സമ്മതമില്ലാതെ നമ്മുടെ കയ്യിലേക്ക് 1 രൂപ വന്നാൽ, അവന്റെ തൃപ്തിയില്ലാതെ, അവന്റെ സന്തോഷമില്ലാതെ, പൊരുത്തമില്ലാതെ 1 രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നാൽ അത് ദുൽമാണ്. മറ്റുള്ളവന്റെ ഭക്ഷണം അപഹരിച്ചെടുക്കാൻ പാടില്ല. മറ്റുള്ളവന്റെ സ്ഥലം, ബാപ്പ മരിച്ചു, മക്കള് സ്ഥലം വിഹിതം വെക്കുകയാണ്, എല്ലാ മക്കൾക്കും വിഹിതം വെച്ചു. അപ്പോഴാണ് ഒരു മകൻ പറയുന്നത്, ഞാൻ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട് ബാപ്പയുള്ള കാലത്ത്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്ഥലം വേണം. മറ്റേ മക്കളൊന്നും അതിന് സമ്മതിച്ചില്ല. അവസാനം ഇദ്ദേഹത്തിന്റെ പിടിപാട് കൊണ്ട് കേസ് കൊടുത്ത് കേസിൽ ജയിച്ചു. 5 സഹോദരന്മാർക്കും സമ്മതമില്ലാത്ത 1/2 ഇഞ്ച് സ്ഥലം, 1/2 സെന്റ് സ്ഥലം, അതിനുവേണ്ടി ആ സ്ഥലത്തിനേക്കാൾ വില കൊടുത്ത് അദ്ദേഹം കേസ് നടത്തി. കേസിൽ ജയിച്ചിട്ട് 1/2 സെന്റ് സ്ഥലം 5 സഹോദരന്മാരെ സമ്മതവുമില്ലാതെ, ഒരാളുടെ പൊരുത്തവുമില്ലാതെ 1/2 സെന്റ് കയ്യിലാക്കിയാൽ ആ സ്ഥലത്തിൽ എവിടെ ബറക്കത്തുള്ളത്? അങ്ങനെ സമ്പത്തുണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഈ 1/2 സെന്റ് നമ്മളാരും പോകുമ്പോ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളുടെയും സമ്പത്തോ അവരുടെ മുതലോ അവരുടെ പൊരുത്തമില്ലാതെ അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തരുത്. സമ്പാദിച്ചത് ഹഖിന്റെ വഴിയാണെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹഖല്ലാതെ വല്ലതും നമ്മൾ പിടിച്ചു പറ്റിയിട്ടുണ്ടോ നമുക്കും അനുഭവിക്കാൻ കഴിയൂല, നമ്മുടെ മക്കൾക്കും അനുഭവിക്കാൻ കഴിയൂല, മക്കളെ മക്കൾക്കും, നമ്മളെ ഒരു പരമ്പരക്കും അത് അനുഭവിക്കാൻ കഴിയൂല. ഹഖ് നമ്മൾ സമ്പാദിക്കണം. ഹഖിന്റെ ഭാഗത്ത് എപ്പോഴും നമ്മൾ നിൽക്കണം. ഹഖിനെതിരായ ഒരു സംഗതിക്കും നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല.